ഹലോ മൈ ഫാമിലി, എല്ലാവർക്കും സുഖമല്ലേ? എന്തോ ഉണ്ട് വിശേഷം? അറിയാം, സ്പെഷ്യൽ പാട്ട് ഇടാം എന്ന് പറഞ്ഞു പോയതാണ് ഞാൻ. പിന്നതെ ഇപ്പോഴാണ് പൊങ്ങുന്നത്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു ഷോർട്ട് വീഡിയോ ചെയ്യേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും ഒട്ടും ഓക്കെ അല്ല ഫാമിലി. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനും ഡബ് ചെയ്യാനും ഒന്നിനും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ മാക്സിമം. പക്ഷേ എനിക്ക് മെൻ്റലി ഞാൻ നല്ല രീതിയിൽ തന്നെ ഞാൻ ഡൗൺ ആണ്. സത്യം പറഞ്ഞാൽ കുറേ ആയി, എന്തു പറയാനാണ്, കുറേ ആയി പലതും സഹിക്കുവാണ്. കണ്ടില്ല കേട്ടില്ല എന്ന് ഞാൻ വെച്ച് വിടുവാണ്. പക്ഷേ എത്രയെന്നും പറഞ്ഞാണ് ഇങ്ങനെ ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇനി എനിക്ക് വയ്യ. കാര്യം ടോളറൻസിൻ്റെ അങ്ങേ അറ്റം കഴിഞ്ഞു. ഞാൻ ഒട്ടും താല്പര്യത്തോടു കൂടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബട്ട് സീരിയസ്ലി ഞാൻ പറയുവാണെങ്കിൽ, ടു ബി വെരി ഫ്രാങ്ക്, ഐ എം റിയലി ഫോഴ്സ്ഡ് ടു ഡു ദിസ്. എനിക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിൽ എത്തിയത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനത് ചെയ്യുവാണ്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ പല കുട്ടികളും എൻ്റെ ഇൻസ്റ്റയിലും എൻ്റെ വാട്സപ്പിലും ഒക്കെ പേഴ്സണലി വന്ന് ചോദിക്കുവാണ്, ചേച്ചി എന്താ പറ്റിയേ? ചേച്ചി നേരത്തെ ഡബ് ചെയ്തുകൊണ്ടിരുന്ന ചാനൽ, ചേച്ചി നേരത്തെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്ന ചാനലിൽ നിന്ന് എന്താ ചേച്ചി മാറിയേ? നിങ്ങൾക്ക് എന്താ പറ്റിയേ? നിങ്ങളുടെ ഇടയിൽ എന്താ പറ്റിയേ? അങ്ങനെയൊക്കെ ഇപ്പോഴും എന്തിനാ കൂടുതൽ പറയുന്നത്. ഇന്നലെയും എൻ്റെ അടുത്തൊരു കുട്ടി വന്ന് ചോദിച്ചൊരു കാര്യമാണ്. അങ്ങനെ ചോദിക്കുന്നവരോടൊക്കെ ആയിട്ട് ഒരൊറ്റ മറുപടിയെ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ഞാൻ വരുന്നല്ല, ദൈവത്തോർത്ത് എന്നോട് അവരെക്കുറിച്ചോ, അതായത് ആ ആൾക്കാരെക്കുറിച്ചോ ആ കാര്യങ്ങളെക്കുറിച്ചോ ചോദിക്കരുത്. ബിക്കോസ് എൻ്റെ ഓർമ്മകളിൽ പോലും ഞാനൊന്ന് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത, എൻ്റെ ലൈഫിൽ അങ്ങേയറ്റം ഞാൻ വെറുത്തു പോയ കുറച്ച് ആൾക്കാരുണ്ട്. അവരാണത്. എന്നെ മെൻ്റലി അങ്ങേയറ്റം ദ്രോഹിച്ച കുറച്ച് പേര്. അതിൽ മെയിനായിട്ട് സ്വന്തം കൂടപ്പിറപ്പിനേക്കാളേറെ ഞാൻ സ്നേഹിച്ച് തുടക്കം മുതൽ എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്ത് വിശ്വസിച്ച് കൂടെ നിർത്തിയ ഒരു പുള്ളിക്കാരത്തിയുണ്ട്. നിങ്ങൾക്ക് പലർക്കും ആ സ്ത്രീനെ അറിയായിരിക്കും. ഞാൻ പേരൊന്നും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച് കളഞ്ഞതും ആ പുള്ളിക്കാരത്തി തന്നെയാണ്. എന്നെ മാത്രമല്ല, സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയും. ബിക്കോസ് എന്നെപ്പോലെ തന്നെ എൻ്റെ അമ്മ സ്നേഹിച്ച കുറച്ച് പേരാണ് അവരും, എൻ്റെ ലൈഫിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ. ഒരു മനുഷ്യന് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റെന്തിൻ്റെ പേരിലാണെങ്കിലും ഈ രീതിയിൽ മാറാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് സത്യം പറഞ്ഞാൽ ആ പുള്ളിക്കാരത്തിയാണ്. എനിക്ക് കട്ടപ്പ എന്ന വിളിപ്പേര് സമ്മാനിച്ച ഒരു സ്ത്രീ. ചിരിയാ സത്യം പറഞ്ഞാൽ വരുന്നത്. ഈ ഓഡിയോ, ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഓഡിയോ എത്ര പേര് കേൾക്കുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എന്നോട് വന്ന് ഇതിനെക്കുറിച്ച് ചോദിച്ച കുറച്ച് പേരുണ്ട്. ഉറപ്പായിട്ടും ഇത് അവർ കാണും എന്നെനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്കുള്ള മറുപടിയാണ് ഇത്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. എൻ്റെ പേര് രേഷ്മ എന്നാണ്. രേഷ്മ ശിവൻ പിള്ളൈ എന്നാണ് എൻ്റെ ഫുൾ നെയിം. ചിന്നു എന്ന് വിളിക്കും. എനിക്ക് 24 വയസ്സുണ്ട്. ഐ എം 24 years ഓഫ് ഓൾഡ്. എനിക്ക് ജോബുണ്ട്. ഞാനൊരു IT പ്രൊഫഷണലാണ്. ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കമ്പനി നെയിം അലിയാൻസ് ടെക്നോളജി എന്നാണ്. ഒരു US ബേസ്ഡ് കമ്പനിയാണ്. പിന്നെ ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ട്രിവാൻഡ്രമാണ്. ഞാൻ ബേസിക്കായിട്ട് ഞാൻ ട്രിവാൻഡ്രത്താണ്. സത്യം പറഞ്ഞാൽ 7 വർഷം കൊണ്ട് ഞാൻ ആർമിയാണ്. BTSൻ്റെ ഡൈ ഹാർട്ട് ഫാനാണ്. എൻ്റെ ലൈഫിൽ തന്നെ, എൻ്റെ ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗം സത്യം പറഞ്ഞാൽ നമ്മുടെ ഐഡൽസ് തന്നെയാണ്. ദേ ആർ മൈ ഹീലർ. ലൈഫിൽ ഒറ്റയ്ക്കായി പോയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് എനിക്ക്. ഇനി മുന്നോട്ട് എന്നറിയാണ്ട് പകച്ച് നിന്ന് പോയിട്ടുള്ള നിമിഷങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ. അവിടെ നിന്നൊക്കെ ഒരു ഫീനിക്സ് പക്ഷീനെ പോലെ ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ 7 നക്ഷത്രങ്ങൾ കാരണം മാത്രമാണ്. എൻ്റെ ഇൻസ്പിറേഷൻ, എൻ്റെ ഹാപ്പിനെസ്, മൈ എവ്രിതിങ്. അങ്ങനെ ഇരിക്കെ ഒരു 3 years ബാക്ക്, ഒരു 3 വർഷം പുറകിലേക്ക്, ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു ആർമി ഗ്രൂപ്പിൽ ആഡായി. അവിടെ നിന്നും കുറച്ച് ഫ്രണ്ട് ഗ്രൂപ്പിനെ എനിക്ക് കിട്ടി. കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പ്, കുറച്ച് പേരടങ്ങുന്ന ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പുള്ളിക്കാരത്തെയും അവിടെ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് പലരും വന്നു, പലരും പോയി. അപ്പോഴും സത്യം പറഞ്ഞാൽ ആ പുള്ളിക്കാരത്തി മാത്രം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഞങ്ങളുടെ ബന്ധം വളരാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരെനിക്ക് ചേച്ചിയായി, നല്ലൊരു ഫ്രണ്ടായി.
എല്ലാം ഞാൻ തുറന്നു പറയുന്ന എൻ്റെ സന്തോഷവും എൻ്റെ ദുഃഖവും എന്താ പറയുക എൻ്റെ ഫ്രസ്ട്രേഷനും ടെൻഷനും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയായി അവർ. ചില സമയങ്ങളിൽ അവരെൻ്റെ അമ്മ തന്നെയായിരുന്നു എനിക്ക്. അത്രമാത്രം ഞാൻ ആ സ്ത്രീയുമായിട്ട് മെൻ്റലി നല്ലപോലെ അടുത്തിരുന്നു. ഒരു 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 എന്താ പറയുക, ഒരു തുറന്ന പുസ്തകം തന്നെയായിരുന്നു എൻ്റെ ലൈഫ് ആ പുള്ളിക്കാരത്തിയുടെ മുന്നിൽ. വീണ്ടും എന്തു പറയാനാ, എനിക്കും അവർക്കും ഇടയിൽ മറ്റു പല പിള്ളേരും വന്നുപോയി. ഈ പുള്ളിക്കാരത്തിയുടെ കൂടെ തന്നെ മറ്റൊരു കുട്ടിയും കൂടെ എൻ്റെ ലൈഫിൽ ആ സമയത്തേക്ക് വന്നു. മെല്ലെ മെല്ലെ അവൾ സത്യം പറഞ്ഞാൽ അവളെൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറി. ആ പുള്ളിക്കാരത്തിയുടെ ഒപ്പം എനിക്ക് കിട്ടിയ വേറൊരു കുട്ടിയുണ്ട്, അവൾ. അങ്ങനെ ഞങ്ങൾ 3 പേരും അടങ്ങുന്നൊരു കൊച്ചു ലോകം. വേറെ കുറച്ച് ആൾക്കാരും അതിൻ്റെ ഇടയിലുണ്ട്. ഇപ്പം ആദ്യം തൊട്ടേ ഞങ്ങളുടെ കൂടെ കൂടിയവർ. അതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളുണ്ട്, എൻ്റെ ബാമി മോള്. മറ്റുള്ളവർക്ക് വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്കെങ്കിലും ഞാൻ മാറ്റി നിർത്തിയ എൻ്റെ അനിയത്തി ഇന്നും എൻ്റെ ബാക്ക് ബോണായിട്ട്, ഞാനില്ലേ ജിമ്മിച്ച എന്തിനാ ടെൻഷൻ ആവുന്നേ എന്ന് എന്നോട് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ സ്വന്തം സിയമ്മോള്. എന്ത് പറയാനാ, മുന്നിൽ കണ്ടിരുന്ന പല കപട സ്നേഹങ്ങൾക്കും അഭിനയങ്ങൾക്കും മുന്നിൽ ഞാൻ കാണാതെ പോയ എൻ്റെ കുഞ്ഞനിയത്തി അവളുണ്ട് എനിക്കിന്ന് എൻ്റെ കൂടെ. ഞാൻ തകർന്നു പോയ ആ ഒരു സമയത്ത് എനിക്കൊരു കൈത്താങ്ങായിട്ട്, തണലായിട്ട് അവളുടെ കൂടെ ആദ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര്, പിന്നെ പുതിയതായിട്ട് വന്ന വേറൊരാളും. അങ്ങനെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കട്ടപ്പ എന്ന് വിളിപ്പേര് തന്ന ആ സ്ത്രീ സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങുന്നത്. ഫുള്ള് സപ്പോർട്ടുമായിട്ട് ഞങ്ങളും കൂടെ കൂടി. എൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി, അതായത് അവരുടെ ചാനലിൽ അവരുടെ ആദ്യത്തെ FF എന്ന് പറയുന്നത് എൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു അവർ ചെയ്തത്. ആ പുള്ളിക്കാരത്തി അവരുടെ ചാനലിൽ ആദ്യത്തെ FF ആക്കി ചെയ്ത് എൻ്റെ ആ ഒരു റിയൽ ലൈഫ് സ്റ്റോറി ലൈക്ക് എന്താണ്, അതെന്താണോ അത് കണ്ടവർക്കറിയാം. അത് തന്നെയാണ് ഈ ജിന്നുവിൻ്റെ ലൈഫ്. അതിലൊരു കളോ ചേർത്തിട്ടില്ല. അത് എന്താ പറയാനാണ്, എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നത്, ഈവൻ അതിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് അടക്കം അത് എൻ്റെ ലൈഫിൽ കടന്നുപോയ സിറ്റുവേഷൻസും കാര്യങ്ങളും തന്നെയാണ്. അതിനുശേഷം സത്യം പറഞ്ഞാൽ അവിടുന്ന് മെല്ലെ ഞാനും അവരുടെ കൂടെ കൂടി. എന്നിട്ട് അതായത് ആ പുള്ളിക്കാരത്തിയുടെ കൂടെ കൂടി. എന്നിട്ട് അവരുടെ ചാനലിൽ ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിലല്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഓരോന്ന് ചെയ്ത് ഞാൻ അവരെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്തു. നല്ലപോലെ. ഞാനൊരു US കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഗ്രേവ് യാർഡ് ഷിഫ്റ്റാണ്. അതും കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ഇവരുടെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്യുന്നതും എൻ്റെ പോർഷൻസ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഹെൽത്ത് പോലും നോക്കാണ്ടാണ്. കാര്യം എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത് എന്നുള്ള സന്തോഷവും എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മെല്ലെ മെല്ലെ എന്താ പറയുക, ആ ചാനൽ വളരാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറാൻ തുടങ്ങി. ആ സമയത്താണ് ആ പുള്ളിക്കാരത്തി അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ് അവരുടെ ഒരു രക്ഷകയുണ്ട്. നിങ്ങളെല്ലാവരും ആ കമ്മ്യൂണിറ്റി കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ അവർ പറഞ്ഞൊരു രക്ഷകയുണ്ട് അവർക്ക്. അതായത് അവരെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അവരുടെ ഒരേ ഒരു രാജാവ്, രാജകുമാരൻ എൻ്റെ ലൈഫിലേക്ക് ആ സമയത്താണ് ഈ പറഞ്ഞ രക്ഷക വരുന്നത്. പിന്നീട് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പതിയെ ആ രാജകുമാരനും എൻ്റെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആളായി മാറാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ സോൾമേറ്റ്സ്, എന്തിനും ഏതിനും കൂടെ കട്ടയ്ക്ക് നിന്നിരുന്ന റിയൽ സോൾമേറ്റ്. അങ്ങനെയായിരുന്നു എൻ്റെ വിശ്വാസം. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടാൾക്കും എൻ്റെ ലൈഫിലും എൻ്റെ വീട്ടിലും വലിയൊരു സ്ഥാനം തന്നെ ഞാൻ കൊടുത്തു. എൻ്റെ അമ്മ, സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ, ഞാനിപ്പോൾ ഈ ഓഡിയോ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്തിനാ മോളെ? ഞാൻ പറഞ്ഞു, വേണം അമ്മ, ഇനിയും എനിക്കിത് തലയ്ക്ക് മുകളിൽ കൊണ്ട് നടക്കാനോ ചുമക്കാനോ വയ്യ, അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്കിത് ഇറക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ എൻ്റെ അമ്മയും എന്നെപ്പോലെ തന്നെ അവരെ സ്നേഹിക്കാൻ തുടങ്ങി. കാര്യം അവർ എൻ്റെ ലൈഫിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റായ കുറച്ച് ആൾക്കാരായിരുന്നു. ലൈക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, ഒരു പാത്രത്തിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഒരു കിടക്കയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇടിവെട്ടേറ്റതുപോലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന, എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഒരു കുട്ടി എൻ്റെ തലയ്ക്ക് തന്നെ നല്ലൊരടി തന്നിട്ട്
എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ കൊച്ച് പറഞ്ഞത് അതങ്ങനെ ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറയണത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ്. എൻ്റെ ഫീലിങ്സും ഇമോഷൻസും വെച്ച് അത് നല്ലതുപോലെ കളിച്ചിട്ടാണ് ആ കൊച്ചെൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ അടി. പോട്ട് പുല്ലേ, സാരല്ല. അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ വരാൻ തുടങ്ങി. എന്നിട്ടെന്താ, പിന്നെയും മാസങ്ങൾ ഒത്തിരി കടന്നുപോയി. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഒന്നോർക്കാൻ പോലും ആഗ്രഹിക്കാത്ത എന്നെ ഏറ്റവും എനിക്ക് ഏറ്റവും വലിയൊരു പാഠം പഠിപ്പിച്ചു തന്നൊരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായത്. എന്താണെന്ന് സംഭവിച്ചതെന്ന് ഞാൻ ആ പുള്ളിക്കാരിയോട്, അതായത് എന്നെ കട്ടപ്പാന്ന് വിളിച്ച ആ പുള്ളിക്കാരിയോട് നെഞ്ചിൽ തട്ടി കരഞ്ഞ് ഞാൻ പറഞ്ഞു എന്താ അന്നത്തെ ദിവസം സംഭവിച്ചതെന്ന്. എല്ലാം കേട്ടിരുന്നു അവർ, പക്ഷേ ഒരു യൂസും ഉണ്ടായില്ല. അപ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ ആ രാജകുമാരനുണ്ടല്ലോ, ഈ പുള്ളിക്കാരത്തി രക്ഷിച്ച രാജകുമാരൻ, ആ സ്ത്രീയെ ഈ കൊച്ചു ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞിരുന്നു, ഒത്തിരിയേറെ സ്വാധീനിച്ച് കഴിഞ്ഞിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാനായിട്ട് ഒത്തിരി വൈകിപ്പോയി. ചങ്ക് പറിച്ച് ഞാൻ കാണിച്ചിട്ടും ആ സ്ത്രീ എനിക്ക് നേരെ കണ്ണടച്ചു. ബിക്കോസ് അതേ ടൈമിൽ തന്നെ ആ പുള്ളിക്കാരത്തി ഞാനും തമ്മിൽ മറ്റൊരു കാര്യത്തിൻ്റെ പേരിൽ ചെറിയൊരു തർക്കം വഴക്കുണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി അവരെൻ്റെ കൂടെ നിൽക്കുമോ? നോ, റൈറ്റ്? ഇല്ല. പക്ഷേ എന്നെ ഞെട്ടിച്ചത്, എന്നെ ശരിക്കും പറഞ്ഞാൽ പിടിച്ച് കുലുക്കി കളഞ്ഞത് അതിന് ശേഷം നടന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇതിനിടയിൽ ഇഫ് ഐ ആം ഗെറ്റിങ് ഇമോഷണൽ, എന്നെ അത്രമാത്രം എന്നെ ഇത് എഫക്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഒരു ട്രോമയുടെ വക്കത്ത് വരെ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ അറിയാണ്ട് ഇമോഷണലായി പോകുന്നതാണ്, വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരത്തിയുടെ രാജകുമാരൻ എന്ന് പറയുന്ന ആ പെങ്കുച്ചുണ്ടല്ലോ, അത് ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ, അന്നത്തെ ദിവസം ആ കൊച്ച് ചെയ്തൊരു കാര്യം ഞാൻ ഇവരോട് പറഞ്ഞപ്പോൾ, അതിനെതിരെ ആ കൊച്ച് അതായത് ഈ രാജകുമാരൻ പറഞ്ഞ ഒരു കാര്യം എനിക്കെതിരെ വന്നൊരു അലിഗേഷൻ, സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് തന്നെ തകർത്തെറിയാൻ പവറുള്ളൊരു അലിഗേഷൻ. അങ്ങനെ ഒരു കാര്യം ആ കുട്ടി പറഞ്ഞു എന്ന് തന്നെ ഞാൻ ഒത്തിരി വൈകിയാണ് അറിഞ്ഞത്. കാര്യം അതറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റക്കായിപ്പോയി. എന്ത് ചെയ്യണമെന്നോ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യണമെന്നോ അറിയാൻ പറ്റാതെ മൊത്തത്തിൽ സ്റ്റക്കായി പോണ ഒരു സംഭവം. എൻ്റെ ജീവിതം തന്നെ തകർത്തെറിയാൻ കേൾപ്പുള്ളൊരു അലിഗേഷൻ. ആ പുള്ളിക്കാരി അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു കുട്ടിയോട്, അതായത് ആ ചാനലിൻ്റെ ഞാൻ നേരെ എൻ്റെ ചേച്ചിയെന്ന് കരുതിയിരുന്ന ആ സ്ത്രീ, അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു കുട്ടിയോട് ഈ കൊച്ചു പറഞ്ഞ എനിക്കെതിരെയുള്ള ഈ ഒരു അലിഗേഷൻ ആ പുള്ളിക്കാരത്തി പറഞ്ഞു എന്ന് ഞാൻ അറിയണത് ആ കുട്ടി എൻ്റെ അനിയത്തിയോട് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം തന്നെ ഞാൻ അറിയണത്. ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയി ഞാൻ. ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു വല്ലാത്ത അവസ്ഥ. എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. എൻ്റെ സീമോളോട് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയോട് ഈ പുള്ളിക്കാരത്തി, ഈ ചാനലിൻ്റെ ഓണർ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം. അതായത് ഈ രാജകുമാരൻ എന്ന് പറയണ ആ പെണ്ണിനോട് ഞാൻ ചെയ്തു പോലും എന്ന് ആ പെണ്ണ് ഈ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു. ഈ പുള്ളിക്കാരത്തി എൻ്റെ അനിയത്തിയോട് പറഞ്ഞ കൊച്ചിനോട് പറഞ്ഞു. ആ പെണ്ണ് വന്നിട്ട് എൻ്റെ അനിയത്തിയോട് പറഞ്ഞു, എൻ്റെ സീമോളോട് പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കാര്യം ഞാൻ അറിയുന്നത്, അതും ആഴ്ചകൾക്ക് ശേഷം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പച്ചയ്ക്ക് കൊളുത്താൻ തോന്നിയൊരു നിമിഷമാണത്. കാര്യം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വന്തം മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നിലവാരമില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത, എന്തിനും മടിക്കാത്തൊരു പെങ്കൊച്ചാണ് അതെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് അറ്റാക്കായിരുന്നു തന്നെ. ഗ്രൂപ്പ് അറ്റാക്ക് അവിടുന്നും ഇവിടുന്നും ഒക്കെ
ഓരോ പിള്ളേർ എൻ്റെ അടുത്ത് വന്നു, ചേച്ചിയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞാൻ അറിഞ്ഞു. എൻ്റെ അടുത്ത് അവരിലുള്ള ഒരു കൂട്ടത്തിലുള്ളൊരു കുട്ടി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അതാ ഞാൻ ചേച്ചിയോട്. എന്നിട്ട് അവർ പറഞ്ഞത് അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞ് നടക്കുന്നു എന്ന്. എന്നിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു കുട്ടി, എൻ്റെ അനിയത്തോട് ഈ കാര്യം പറഞ്ഞ ആ പെങ്കൊച്ച്, ഈ രാജാവ് എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരു കൊച്ചാണ്. ആ കൊച്ചിനെ ഈ കുട്ടീനെ വിശ്വസിച്ചേ പറ്റൂ. ആരും ഇത് കണ്ടിട്ടില്ല, ആ പെങ്കൊച്ച് പറഞ്ഞ കാര്യം ആരുമേ കണ്ടിട്ടില്ല. അത് മാനിപ്പുലേറ്റ് ചെയ്ത് വിശ്വസിക്കുന്ന രീതിയിൽ അഭിനയിച്ച് പറഞ്ഞു, ബിക്കോസ് അതിന് നിലനിന്നേ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് ഇമാതിരി കള്ളം പറഞ്ഞ മുകളിൽ ഈശ്വരൻ എന്നൊരാളുണ്ട്. 1000 പേര് കൂടി നിന്ന് പച്ചക്കള്ളം സത്യമാണെന്ന് വിളിച്ച് പറഞ്ഞാലും ഒരിക്കലും കളവ് സത്യം ആവില്ല. എൻ്റെ കൂടെ സത്യമുണ്ട്, സത്യം ഈശ്വരനാണ്. അതെനിക്ക് 100% വിശ്വാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രമാത്രം ധൈര്യമായിട്ട് നിൽക്കണതും. എന്ത് വേണേ പറഞ്ഞോട്ടെ. അതിനുശേഷം എന്നെ മെൻ്റലി ഇവർ ദ്രോഹിച്ചൊരു ദ്രോഹമുണ്ട്, എന്നെ തകർത്ത് കളഞ്ഞൊരു കാര്യം. ഇവരെനിക്ക് വേണ്ടി ചെയ്തത്, എനിക്കെതിരെ കമ്മ്യൂണിറ്റി ഇടുന്നു, സ്റ്റോറി വരുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിയിൽ ആ ഒരു പെങ്കൊച്ച് എൻ്റെ അനിയത്തിയുടെ അടുത്ത് തന്നെ ഒന്ന് പറയുവാണ്, ചിന്നു ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ എന്തെങ്കിലും സ്റ്റോറിയോ സ്റ്റാറ്റസ് ഇടുവാണെന്നുണ്ടെങ്കിൽ അത് അവരോട് ചെന്ന് പറയണം പോലെ. എൻ്റെ അനിയത്തിയോടാണ് ചെന്ന് പറയുന്നത്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഈ ചാനലിൽ കൂടെ നിന്ന് ചെയ്യുന്നൊരു കാര്യം, അവരുടെ കമ്മ്യൂണിറ്റിയിൽ ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്. ദാറ്റ് എന്ത് പറയാനാണ്, ഈ രാജകുമാരൻ എന്ന് പറയുന്ന ആ പെങ്കുച്ചുമായിട്ടുള്ളൊരു ടോക്കിനിടയിൽ തന്നെയാണ് ഞാൻ അവസാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു FFൻ്റെ ത്രെഡ് കിട്ടണത്. സത്യം തന്നെയാണ്, ഒരിക്കലും കളവല്ല, സത്യമാണ്. പക്ഷെ അവിടെ നിന്ന് 11 എപ്പിസോഡ് വരെ ഞാനത് ചെയ്തു. അത് ഓരോ എപ്പിസോഡ് എഴുതിയത് ഞാനാണ്. അതിലെ ഓരോ ഡയലോഗ്സും എൻ്റെയാണ്, എൻ്റെ പോർഷൻ. ഞാനതിലെ മെയിൻ ലീഡിങ് ക്യാരക്ടറിനെ മാത്രമല്ല ഞാൻ ഡബ് ചെയ്തിരിക്കുന്നത്, അതിലെ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സിന് സൗണ്ട് കൊടുത്തിരിക്കുന്നത് ഞാനാണ്. ഞാൻ ഡബ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ രാജകുമാരൻ എന്ന് പറയുന്ന ആ പുള്ളിക്കാരത്തെയും അവരുടെ കുറച്ച് ഡയലോഗ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ മെജോറിറ്റി അതിൽ വേർപ്പൊഴുക്കിയിരിക്കുന്നത് ഈ ഞാനാണ്. ഇപ്പം ഞാൻ ചെയ്ത കാര്യം ഞാൻ എന്ത് പറയാം, ഞാൻ വന്നിട്ട് ഞാൻ അത് ചെയ്തു, ഞാനാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്, ഞാൻ ചെയ്ത കാര്യങ്ങൾ എണ്ണി ആരെയും ബോധ്യപ്പെടുത്താനോ ഒന്നുമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യം പോലും ഞാൻ അറിയുന്നത് ഒരുപാട് പിള്ളേർ ലൈക്ക് എന്താ പറയുക, എനിക്ക് വാട്സപ്പിൽ ആ കമ്മ്യൂണിറ്റിയുടെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടു. അപ്പോഴാണ് ഞാനത് കാണുന്നത്. ആ ചാനലിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ ഞാൻ നോക്കില്ല, എനിക്കത് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അനിയത്തിയാണ് ആ കമ്മ്യൂണിറ്റി പോയി നോക്കിയിട്ട് ജെമിച്ച ഇതാണ് കാര്യം എന്നും പറഞ്ഞിട്ട് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നോ ഞാൻ പറഞ്ഞു പോട്ടെ, ഞാൻ എന്തുമാത്രം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചോരയും നീരും ആ ഒരു FFൻ്റെ പുറകിൽ എത്രമാത്രം ഉണ്ട് എന്തിനാ കൂടുതൽ പറയുന്നത്. ആ പുള്ളിക്കാരത്തിയുടെ ചാനൽ ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ ചോരയും ഉണ്ട്, എൻ്റെ കഷ്ടപ്പാടും ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആ ചാനൽ എൻ്റെ ആണെന്ന്, ഒരിക്കലും, നെവർ ആൻഡ് നെവർ. എൻ്റെ അടുത്ത് വന്ന് പല പിള്ളേർ, ഞാൻ അതിൽ ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പല പിള്ളേർ എൻ്റെ അടുത്ത് വന്ന് ചേച്ചിയുടെ ചാനലിൻ്റെ പേരെന്താ. അപ്പോൾ ഞാൻ പറയും, മോളെ എൻ്റെ ചാനലല്ല, ഞാൻ ആ ചാനലിൽ ഡബ് ചെയ്യുന്നേ ഉള്ളൂ, അത് വേറൊരു പുള്ളിക്കാരത്തി എൻ്റെ ചേച്ചിയുടെ ചാനലാണ് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരിക്കലും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല അത് എൻ്റെ ചാനലാണെന്നോ അതിൽ ഞാനാണ് ഓരോന്ന് ചെയ്യുന്നതെന്നോ. പക്ഷേ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്റ്റോറി, ആ ഒരു FF എന്ന് പറയണത് നല്ല രീതിയിൽ തന്നെ പിള്ളേർ ഇഷ്ടപ്പെട്ട് അവർ ഏറ്റെടുത്തൊരു സ്റ്റോറിയാണ്. അത് 11ാമത്തെ എപ്പിസോഡ് വരെയും 11ഓ 10ഓ ആണ്, ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ആ ഒരു എപ്പിസോഡ് വരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചോരയും നീരുമുണ്ട്. രാത്രി ഓഫീസിൽ നിന്ന് വന്നിട്ട് വെളുപ്പാങ്കാലത്താണ് ഞാനിരുന്ന് എപ്പിസോഡ് എഴുതിയിട്ട് ഞാൻ കൊടുക്കുന്നത്. അതും ഓരോ എപ്പിസോഡിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്, ഞാൻ ഒരുപാട് സ്ട്രഗിൾ, വീട്ടിൽ ഒരു ജോലിക്കൊന്നും പോകാണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ അങ്ങനെയല്ല. എൻ്റെ ഷിഫ്റ്റ് ടൈം എന്ന് പറയുന്നത് ഗ്രേവ് യാർഡ് ഷിഫ്റ്റാണ്. ജോലിയും ഇതും കൂടെ ആയിട്ട് മാനേജ് ചെയ്യാൻ ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. എൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ ചോര നീരാക്കി ഞാൻ അവരുടെ കൂടെ നിന്നിട്ടും ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ആ പുള്ളിക്കാരത്തിയുടെ സ്റ്റോറിയാണ്, അവരാണ് അത് ചെയ്ത്, ആ പുള്ളിക്കാരി അവരുടെ രക്ഷകയായ രാജകുമാരനാണ് ആ സ്റ്റോറി ചെയ്തത്, ഇതിനിടയിൽ ഞാൻ തൊട്ട് തലോടി പോയിട്ടുണ്ടെന്ന്. ആ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം ആ ഒരു സ്റ്റോറി ആരുടെ നീരാണെന്ന്. ത്രെഡ് ആ പുള്ളിക്കാരത്തിയുടെ തന്നെയാണ്. ബട്ട് ഓരോ എപ്പിസോഡിലും ഞാനും ഈ പറഞ്ഞ പുള്ളിക്കാരത്തി ഇരുന്നിട്ടാണ് ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഈ രാജകുമാരൻ എന്ന് പറയുന്ന ആ പെണ്ണും വരും ഓരോന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. ഓരോ എപ്പിസോഡിലെയും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് ഇരുന്ന് എഴുതുന്നത് ഞാനാണ്, എന്നിട്ട് അയച്ചു കൊടുക്കും, എന്നിട്ട് അതൊരു ചെയ്യും. എൻ്റെ പോർഷൻസ് എഡിറ്റ് ചെയ്യുന്ന ഞാനാണ്.
അവർ പറഞ്ഞതുപോലെ ശരിയാണ്, അവർ എഡിറ്റ് ചെയ്യുന്ന അവർ ചെയ്യുന്നതിൻ്റെ അത്ര എന്തായാലും വരത്തില്ല, ആ പുള്ളിക്കാരത്ത് ചെയ്യുന്നതിൻ്റെ അത്ര വരത്തില്ല. ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു സ്ത്രീയാണതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നെ എന്ത് പറയാനാ, അവരുടെ ആ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഡെഫിനറ്റ്ലി എനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ ചോരയും നീരിയും ഉണ്ട് അതിൽ. അത് തുടക്കത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർക്കും അറിയാം, ഇപ്പോൾ ആ സ്ത്രീയുടെ കൂടെ ഉള്ള ആൾക്കാർക്കും നന്നായിട്ട് അറിയാം. എന്നിട്ട് പറയുക, സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ ആ സ്ത്രീനെയും അവരുടെ രാജകുമാരനെയും തിരിഞ്ഞു കുത്തി. ആ രാജകുമാരനെന്ന് പറയണതിൻ്റെ കേസ് ഞാൻ വിട്ടു, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല, ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഈ സ്ത്രീ ഇവരെ ഏത് രീതിയിലാണ് ഞാൻ കുത്തിയതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ആ സ്ത്രീയോട് ഞാൻ ചെയ്തതെന്ന്. ശരിയാണ്, ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ഞാൻ അവരും തമ്മിലൊരു കാര്യത്തിൻ്റെ പേരിൽ വഴക്കായി. പിന്നെ എന്ത് പറയണം, ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് വളരെ റീസെൻ്റായിട്ടാണ്. ഒരു IT പ്രൊഫഷണലിൻ്റെ ജോലി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നോക്കുന്നതല്ല. ഞാൻ വല്ലപ്പോഴും അതിൽ ഞാൻ കയറാറുള്ളൂ. പക്ഷേ അങ്ങനെ പറഞ്ഞ് എന്താ പറയുക, ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ദേഷ്യം വന്ന് സത്യമാണ്. ദേഷ്യം വന്നപ്പോൾ അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അവർ ചെയ്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ ദേഷ്യപ്പെട്ടു. അതിൻ്റെ പേരിലാണ് അവരെ ഞാൻ കുത്തിയത്. ഞാൻ ഒരിക്കലും, ടു ബി വെരി ഫ്രാങ്ക്, അത്രമാത്രം മറ്റേ ആ പെണ്ണിൻ്റെ കാര്യം, രാജകുമാരൻ്റെ കാര്യത്തിൽ ഞാൻ മെൻ്റലി ഡൗൺ ആയിരുന്ന സമയത്ത് പോലും എൻ്റെ അടുത്ത് വന്നിട്ട് നീ ഓക്കെ ആണോ ചിന്നു, നമുക്കിത് ശരിയാക്കാം എന്ന് പറയുന്നതിന് പകരം അവർ എന്നെ ആശ്വസിപ്പിക്കുന്നതിന്, ഒന്ന് കംഫർട്ടാക്കുന്നതിന്, നീ ഒന്ന് ഓക്കെ ആണോടി എന്നെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് പകരം ആ സ്ത്രീ എന്നോട് ഒന്ന് ചോദിച്ചത്, നീ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് എഴുതിയോ ചിന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവരുടെ ലൈക്ക് എന്താ പറയുക, ഒട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇവരിങ്ങനത്തെ ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു സ്ത്രീയാണെന്ന്. നെവർ ഞാൻ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു വലിയ പാഠമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നലെ എൻ്റെ ലൈഫിൽ കയറി വന്നവർക്ക് എൻ്റെ ലൈഫിൽ അമ്മാതിരി സ്ഥാനം കൊടുത്തത് ഞാനാണ്. എനിക്കാരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേറൊരു കാര്യം, ഈ രാജകുമാരൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അതായത് ഈ ചാനൽ എൻ്റെ ചേച്ചിന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നടന്ന ആ പുള്ളിക്കാരത്തിയുടെ രക്ഷക, ആ പെണ്ണിന് വേണ്ടപ്പെട്ട ഒരു കുട്ടിയുണ്ട്, എൻ്റെ അനിയത്തിയെപ്പോലെ ഞാൻ കൊണ്ടു നടന്നിരുന്നൊരു പെങ്കൊച്ച്. അത് എൻ്റെ അനിയത്തിയെടുത്ത് വന്ന് പറയുവാണ്, ചിന്നു ചെയ്തത് എന്താണെന്ന് എൻ്റെ അനിയത്തിക്ക് അറിയില്ല, അങ്ങനെ അറിഞ്ഞാൽ ചിന്നുവിനെ വെറുക്കും പോലും. ചിന്നു എന്താ ചെയ്തേ? ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമേ ചെയ്തിട്ടില്ല. ചിന്നു ചെയ്തെന്താ അറിയോ, ഇവരെയൊക്കെ എടുത്തങ്ങ് നെഞ്ചത്ത് വെച്ചു, ചങ്ക് പറിച്ച് ഞാൻ സ്നേഹിച്ചു. ഒരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ സേഫ്റ്റി പോലും ഞാൻ നോക്കാണ്ട്, എൻ്റെ നിലനിൽപ്പ് പോലും നോക്കാണ്ട് ഇവർക്കൊക്കെ വേണ്ടി ഞാൻ മുന്നിലിറങ്ങി. എൻ്റെ വീട്ടിലും എൻ്റെ ലൈഫിലും അനാവശ്യ സ്ഥാനം ഞാൻ കൊടുത്തു, എടുത്ത തലയിൽ ഞാൻ വെച്ചു. അതിനെൻ്റെ ജീവിതം തന്നെ തകർക്കുന്ന പരിപാടി കാണിച്ചിട്ടാണ് എല്ലാവരും പോയത്. സാരമില്ല, കുഴപ്പമില്ല, ആൾക്കാർ അവരവർക്ക് ഇഷ്ടപ്പെട്ട സത്യങ്ങളെ അവർ വിശ്വസിക്കത്തുള്ളൂ. പക്ഷെ ഈ എന്തിൻ്റെ ബേസിലാണ് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഈ പുള്ളിക്കാരത്തിനെയും ഈ രാജകുമാരൻ എന്ന് പറയണ ആ പെങ്കൊച്ചിനെയും ഞാൻ തിരിഞ്ഞു കുത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രശ്നം ആയപ്പോൾ പോലും ഞാൻ ഒരിക്കലും ആ പുള്ളിക്കാരത്തിയുടെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന FF ഞാൻ ചെയ്യില്ല എന്നോ, ഞാനില്ലാതെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്നോ, ചെയ്യാൻ കഴിയില്ല എന്നോ, ഇനി അത് ഫ്ലോപ്പായി പോകുന്നോ ഒന്നുമേ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞത് ആ സ്ത്രീ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനായിട്ട് ഇട്ടിട്ട് പോയതല്ല അത്. ഒരുപാട് പേര് വന്ന് പറഞ്ഞു, ചേച്ചി എന്തിനാ ഇട്ടിട്ട് പോയി. ഞാനല്ല പിള്ളേരെ ഇട്ടിട്ട് പോയത്. എൻ്റെ ആ ചാറ്റുണ്ട്, ആ സ്ത്രീയായിട്ടുള്ള എൻ്റെ ആ ചാറ്റുണ്ട്. അവരാണ് എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യണ്ട, അവരിനി ഒറ്റയ്ക്ക് ചെയ്തോളാം ഈ പറഞ്ഞ ആ തർക്കമായതിൻ്റെ പേരിൽ. എന്നിട്ട് എനിക്ക് കട്ടപ്പ എന്ന പേര്. സ്വന്തം കൂടെ പറപ്പിനേക്കാളേറെ സ്നേഹിച്ച് കൂടെ നിന്ന് അവരുടെ എല്ലാ പ്രശ്നത്തിലും പോയി ഇടപെട്ട് അവരെ സമാധാനിപ്പിച്ച് അവരെ ബാക്ക് ബോണായിട്ട് ഞാൻ കൂടെ നിന്ന് ഓരോ പ്രശ്നം വന്നപ്പോഴും അവരെ തിരിച്ചു കൊണ്ടുവന്നു, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുവന്നു. ഞാനും പോയി ചാടിയിട്ടുണ്ട് പ്രശ്നങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെയ്ത് കൂടെ നിന്നത് ഞാനാണ്. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഈ രക്ഷക എന്ന് പറയുന്ന രാജകുമാരൻ നമ്മുടെ ഇടയിലേക്ക് വന്നത്. ഇങ്ങനെ തോന്നി എന്നെനിക്കറിയില്ല ഇമ്മാതിരിയൊക്കെ എഴുതി കൂട്ടാനായിട്ട്. ദൈവം എന്നൊരാൾ മുകളിലുണ്ട്, പിന്നെ കർമ്മ എന്നൊരു സാധനവുമുണ്ട്. അത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടത് തിരിച്ചു വരും, ബൂമറാങ് പോലെ. പിന്നെ എന്നെ കൂടെ നിന്ന് ഇമ്മാതിരി എനിക്കിട്ട് ആ ഒരു മെൻ്റൽ ട്രോമ, സത്യം പറയാൻ പിള്ളേരെ വേറൊന്നുമല്ല,
എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ അമ്മ അറിയാത്ത ഒരു രഹസ്യം എനിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും പിന്നീട് ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയും. എൻ്റെ അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കാര്യം ഇതുപോലത്തെ ഒരു അമ്മേനെ എല്ലാവർക്കും കിട്ടത്തില്ല. അത്രയ്ക്ക് സപ്പോർട്ടീവാണ്, അത്രമാത്രം സപ്പോർട്ടീവാണ്. എൻ്റെ അമ്മയ്ക്ക് എന്നെ അറിയാം. പിന്നെ എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് അടുത്തറിയാവുന്നുള്ള കുറച്ച് ഫ്രണ്ട് സർക്കിളുണ്ട് എനിക്ക്. വളരെ ചുരുക്കം പേരാണ്. അവർക്ക് എന്നെ അറിയാം. പിന്നെ എൻ്റെ ചെക്കൻ എന്നെ അറിയാം. ഇത് മതി എനിക്ക്. വേറെ ഒന്നുമേ എനിക്ക് വേണ്ട. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. വേറൊന്നുമല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസി എവിടെയും വേണം. നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ എവിടെയും വേണം. ആരുടെയും മുന്നിൽ എത്ര ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ബന്ധമാണെന്ന് പറഞ്ഞാലും ഒരിക്കലും അവരുടെ മുന്നിൽ തുറന്ന പുസ്തകം ആവരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അവർ നിങ്ങൾക്കെതിരെ തന്നെ അത് പ്രയോഗിക്കും. പിന്നെ പറഞ്ഞു കള്ളങ്ങൾ കൊണ്ട് ചീട്ട് കൊട്ടാരം ഉണ്ടാക്കി പോലും അത് ഇടിഞ്ഞ് വീഴുന്ന അറിഞ്ഞില്ല അത്രേ. അങ്ങനെ ചീട്ട് കൊട്ടാരം ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരിക്കലും ഇവർക്കൊന്നും ഇത്ര സ്ഥാനം ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ ഫാമിലി, എൻ്റെ അമ്മയായിട്ട് ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ രണ്ടാമത് കടന്നുപോയ ട്രോമയാണിത്. ഫസ്റ്റ് എൻ്റെ അപ്പ എൻ്റെ അമ്മേനെയും വിട്ട് സ്വർഗത്ത് പോയപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടൊരു ട്രോമയിൽ കൂടെ കടന്നു പോകുന്നത്. കാര്യം എൻ്റെ അപ്പ എനിക്ക് എല്ലാമായിരുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ അപ്പ എന്നെ വിട്ട് പോയപ്പോൾ ലൈഫിൽ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തു. എൻ്റെ അമ്മേനെയും കൊണ്ട് ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ മനസ്സ് കല്ലാക്കി ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഇന്നത്തെ ഈ നിലയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അതിൽ ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ശരിക്കും പ്രൗഡാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ. മെൻ്റലി ഞാൻ ആ കാര്യത്തിലൊക്കെ നല്ല സ്ട്രോങ്ങുമാണ്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അമ്മാതിരി ഇമ്പോർട്ടൻസ് കൊടുത്ത ആൾക്കാർ എനിക്കിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ കട്ടപ്പ, ഞാൻ ചതിച്ചു, ചിന്നു ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ വേറെ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ചിന്നു ഇങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ചിന്നു ആളാകെ മാറിപ്പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരി വരുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ ലീസ്റ്റ് ബോധമാണ്. എല്ലാവരും ചോദിച്ചു ഇത്രയൊക്കെ അവരെന്നെ മെൻ്റലി ദ്രോഹിച്ചിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ രാജകുമാരി എന്ന് പറയുന്ന പെങ്കൊച്ചിൻ്റെ ഏറ്റവും അടുത്ത ഒരു പെൺകുട്ടി, ആ കുട്ടി പറയുവാണ് ഞാൻ അവരെക്കുറിച്ച് അവരുടെ കൂടെ ഉള്ളായിരുന്ന വേറൊരു കുട്ടിയുടെ അടുത്ത് ഇൻസ്റ്റയിൽ ചെന്നിട്ട് അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞു. ആ കുട്ടി അത് കേട്ടിട്ട് എന്നോട് മിണ്ടാണ്ട് എന്നെ ഇൻസ്റ്റയിൽ നിന്ന് അൺഫോളോ ചെയ്തു എന്ന് എൻ്റെ അനിയത്തിയോട് അത് വന്ന് പറഞ്ഞു. ഞാൻ ആ കൊച്ചിനോടത്ത് പോയി ചോദിച്ചു, എടോ ഞാൻ എപ്പോഴാണ് അവരെക്കുറിച്ച് വേണ്ടാത്ത കാര്യം പറഞ്ഞത്? ആ കുട്ടി പറയുക സ്ക്രീൻഷോട്ട് അവരുടെ കയ്യിൽ തെളിവായിട്ടുണ്ട് ഇത്രേ. ഞാൻ മറ്റേ കുട്ടിയോട് ഞാൻ പോയി ചോദിച്ചു, ഞാൻ എപ്പോഴാണ് തന്നോട് അവരെക്കുറിച്ച് വേണ്ടാതീനെ വന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, എൻ്റെ പൊന്നു ചേച്ചി പറയാത്തൊരു കാര്യം, ഞാൻ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നതെന്ന്. ഈ ഒരൊറ്റ ചോദ്യമാണ് ആ കുട്ടി എന്നോട് ചോദിച്ചത്. എങ്ങനെയൊക്കെ മെൻ്റലി ദ്രോഹിക്കാവോ അങ്ങനെയൊക്കെ അനിയത്തി എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടു നടന്നിരുന്ന ആ പെണ്ണ് ചെയ്തു. ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല, ഒരിക്കലും. ഇനി എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഞാൻ ശപിക്കുവാണത്രേ. ദുർവാസമാണല്ലോ ഞാൻ, ശപിക്കാൻ വിഷയം. സത്യം പറയാം, ഞാൻ പറഞ്ഞല്ലോ ഇനി എനിക്ക് ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ അങ്ങേയറ്റം അനുഭവിച്ചു. എന്തുകൊണ്ട് എനിക്കെതിരെ ഇമാതിരി ഓരോന്ന് കാണിച്ചിട്ട് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ അതിനൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഇവർ ചെയ്തതുപോലെ എന്നെ ദ്രോഹിച്ചത് ആ രാജകുമാരൻ എന്ന് പറയുന്ന പെണ്ണല്ല. എന്നെ ദ്രോഹിച്ചത് മെൻ്റലി അമ്മാതിരി എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മാതിരി എന്നെ അവരുടെയൊക്കെ മുന്നിൽ തോപ്പിച്ച് കളഞ്ഞത്. ഞാൻ എൻ്റെ കൂടപ്പിറപ്പാണെന്ന് വിശ്വസിച്ച് തുടക്കം തൊട്ട് കൂടെ നിന്ന് അവരുടെ ചാനലിന് വേണ്ടി ചത്ത് കടന്ന് ഓരോന്ന് ചെയ്തു കൊടുത്ത് അവരെ എൻ്റെ കൂടപ്പിറപ്പായിട്ട് കണ്ട് എൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് കണ്ട് ഞാൻ സ്നേഹിച്ച് കൂടെ നിന്ന് ആ പെണ്ണും പിള്ള, ആ സ്ത്രീ, അവരാണ് എന്നെ ദ്രോഹിച്ചത്. അവരാണ് എന്നെ മെൻ്റലി തകർത്ത് കളഞ്ഞത്. പിന്നെ എൻ്റെ പിള്ളേരോട് ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഒരിക്കലും ആ ചാനലിൽ ഞാനൊന്നും ചെയ്യില്ല. അതിനി ഒരിക്കലും ഉണ്ടാകുന്ന കാര്യവുമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആരോടും ഉള്ള വൈരാഗ്യമോ വാശിയോ ദേഷ്യമോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. അത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അല്ലാതെ ആരോടും വാശിയോ വെറുപ്പോ ഒന്നുമില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക, സപ്പോർട്ട് തരിക. അല്ലാതെ ഒന്നുമില്ല. ആ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. കാര്യം ഈ ജന്മം എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത, എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത മുറിവ് എൻ്റെ മനസ്സിലുണ്ടാക്കിയ സ്ത്രീയാണത്. ഒരിക്കലും ക്ഷമിക്കില്ല ഞാൻ. ആ സ്ത്രീയോട് മാത്രമല്ല, എൻ്റെ അനിയത്തിയാണെന്ന് കരുതി ഞാൻ കൊണ്ട് നടന്ന് അങ്ങേയറ്റം സ്നേഹിച്ചൊരു പെണ്ണുണ്ട്. ആ മോളോടും ക്ഷമിക്കില്ല ഞാൻ. ഈ ജന്മം ഞാൻ ക്ഷമിക്കില്ല. അത്രമാത്രം എന്നെ മെൻ്റലി ദ്രോഹിച്ചവരാ. സ്നേഹിച്ച് ഞാൻ കൂടെ നിന്നതിൻ്റെ പേരിൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ തലയിൽ വെച്ച് തന്ന് എന്നെ ഇമാതിരി മെൻ്റലി ദ്രോഹിച്ചവരോട്
ക്ഷമിക്കില്ല ഞാൻ. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ ഉണ്ടാക്കിക്കോ. ചിന്നുനെ മയിരാണ്, മയിര്. ആരുടെയും സപ്പോർട്ടില്ലാതെ ലൈഫിൽ ജയിച്ചവളാണ് ഞാൻ. ഇതുവരെ പൊരുതി ജയിച്ച് വന്നവളാണ് ഞാൻ. എനിക്ക് ആരുടെ കൂട്ടും ആവശ്യമില്ല, ആരുടെയും കൂട്ടം ആവശ്യമല്ല. ഇനിയും എനിക്കെതിരെ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനാണ് പുറപ്പാടെങ്കിൽ തിരിച്ച് വരാൻ പോണ കോൺസിക്വൻസസ് എന്താണെന്ന് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനും ഫേസ് ചെയ്യാനുള്ള തൊലിക്കട്ടിയും ധൈര്യവും ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ കളിക്കാനായിട്ട് ഇനി ഇറങ്ങിയാൽ മതി. കേട്ടല്ലോ ചിന്നുനെ, ഇനി മൈര. ഒരു കാലത്ത് എനിക്ക് ആരൊക്കെയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം എന്നെ ദ്രോഹിച്ചിട്ടും ഞാൻ തിരിച്ചൊന്നും ഞാൻ ചെയ്യാണ്ട് പോയത്. അങ്ങനെ ഞാൻ തിരിച്ച് ചെയ്താലേ താങ്ങത്തില്ല. അതുകൊണ്ട് മാത്രം അത് ഇവർക്കും നന്നായിട്ട് അറിയാം. ഇനി എനിക്കൊന്നും പറയാനില്ല പിള്ളേരെ. ഇത് എൻ്റെ അടുത്തതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടൊരു ഓഡിയോ ആണ്. ഇനി ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഇനി എന്നോട് ആരും ചോദിക്കരുത് പ്ലീസ്. ദൈവത്തോർത്ത് ചോദിക്കരുത്. ഞാൻ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, ഒട്ടുമേ ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. എന്നെ രണ്ടാമത്തെ ഒരു ട്രോമയിലേക്ക് എൻ്റെ ലൈഫിൽ കൊണ്ട് തള്ളിയിട്ട ആൾക്കാരാണ്. സോ പ്ലീസ് ഇനി ചോദിക്കരുത് എന്നോട്. ഞാൻ ഞാനും മറന്നു കഴിഞ്ഞൊരു കാര്യമാണ്. എന്തു പറയാനാ, ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ ചാനലുണ്ട്. എനിക്കിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ അനിയത്തിയുണ്ട്. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. സോ ഇഷ്ടമായാൽ പ്ലീസ് ഡു സപ്പോർട്ട്.